നമസ്കാരം. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം നടത്തിക്കൊടുത്തതിലൂടെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് MP ഗോവിന്ദനും B ശിവൻകുട്ടിയും ഡബിൾ റഹീമും. വിവാഹം നടത്തിക്കൊടുത്തതിനു ശേഷമാണ് അറിയുന്നത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള വിവരം. പെൺകുട്ടിയുടെ അച്ഛൻ മധ്യപ്രദേശിൽ പോയി അവിടെ പരാതിപ്പെട്ടു. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മധ്യപ്രദേശ് പോലീസ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഉത്തർപ്രദേശുകാരനായ ഫർമാൻ ഖാൻ എന്ന യുവാവിനെതിരെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു എന്നുള്ള വകുപ്പുകൾ ചുമത്തി പോക്സോ ആക്ട് പ്രകാരം കേസെടുത്തു. അതിനുശേഷം ഈ ഫർമാൻ ഖാൻ ഹൈക്കോടതിയെ സമീപിച്ചു. തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അയാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഈ മാസം 20-ാം തീയതി വരെ, അതായത് ഇനി 3 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ, 20-ാം തീയതി വരെ ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മിനിഞ്ഞാന്ന് മധ്യപ്രദേശിൽ നിന്ന് ഒരു വനിതാ SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തൃക്കാക്കരയിലെത്തിയത്. തൃക്കാക്കരയിൽ ഈ പെൺകുട്ടിയും യുവാവും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തിയത്. എന്നാൽ മധ്യപ്രദേശ് പോലീസ് അവിടെ എത്തിയ വിവരം അറിഞ്ഞ് ഇവരവിടെ നിന്ന് മാറി. പിന്നീട് ഈ മധ്യപ്രദേശ് പോലീസ് സംഘം പോയത് വിനാനിപുരം പോലീസ് സ്റ്റേഷനിലേക്കാണ്. പക്ഷേ അവിടെ നിന്നും മധ്യപ്രദേശ് പോലീസിന് നിസ്സഹകരണമാണ് നേരിടേണ്ടി വന്നത്. കേരള പോലീസ് പറയുന്നത് 24 മണിക്കൂറും ഈ യുവാവിനെയും പെൺകുട്ടിയെയും നിരീക്ഷണത്തിലാക്കുമെന്നാണ്. തന്നെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വൈറൽ താരം മുഖ്യമന്ത്രിക്കും മറ്റും പരാതി നൽകിയിട്ടുണ്ട്. ഫർമാൻ ഖാന്റെ അറസ്റ്റ് 20-ാം തീയതി വരെ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം കേരള പോലീസ് ഈ മധ്യപ്രദേശ് പോലീസിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെയും യുവാവിനെയും അവരുടെയും മൊഴിയെടുക്കാനുള്ള യാതൊരു സഹായവും കേരള പോലീസ് ചെയ്യുന്നില്ല. അന്യസംസ്ഥാന തൊഴിലാളികളായി കേരളത്തിലെത്തി ഇവിടെ കവർച്ചയും കൊലപാതകങ്ങളുമൊക്കെ നടത്തിയിട്ട് അവരവരുടെ സംസ്ഥാനങ്ങളിലെ ഉൾഗ്രാമങ്ങളിലേക്ക് രക്ഷപ്പെട്ടു പോകുന്ന നിരവധി ക്രിമിനലുകളുണ്ട്. ഇവരെയൊക്കെ നമ്മുടെ കേരള പോലീസ് പിന്തുടർന്ന് പിടികൂടിയിട്ടുമുണ്ട്. അങ്ങനെ വെറുതെ പോയി പിടികൂടിക്കൊണ്ടുവരികയില്ല. അതാത് സംസ്ഥാനത്തെ പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പ്രതികളെ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കേരള പോലീസ് ഈ വിഷയത്തിൽ മാത്രം ഇത്തരത്തിലൊരു നിസ്സഹകരണം പ്രഖ്യാപിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ നിന്നോ വന്ന ഒരു പെൺകുട്ടിയും യുവാവും ഈ ഗോവിന്ദൻ്റെയും റഹീമിൻ്റെയും ശിവൻകുട്ടിയുടെയും വിവരക്കേട് കൊണ്ട് വിവാഹം നടത്തി കൊടുത്തു. അത് പോലീസിനെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല. ഇനി ഈ പെൺകുട്ടിക്ക് വിവാഹപ്രായമായോ എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കാതെയാണ് പോലീസും കൂടി ഇതിന് ഒത്താശ ചെയ്തത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുകൊണ്ടാണോ, ആ വീഴ്ച മറയ്ക്കാനാണോ ഇപ്പോൾ മധ്യപ്രദേശ് പോലീസിനോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുന്നത് എന്നറിയില്ല. എന്തായാലും 20-ാം തീയതി 2 ദിവസം കഴിയുന്നതോടുകൂടി ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്യുന്നത് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ കാലാവധി കഴിയും. അതോടുകൂടി മധ്യപ്രദേശ് പോലീസ് ഈ കാര്യങ്ങളൊക്കെ, ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായാലും കേരള പോലീസിന് ഇവരെ മടക്കി കൊടുക്കേണ്ടി വരും. അതായത് ഇവരെ സംരക്ഷണത്തിൽ നിന്ന് മധ്യപ്രദേശ് പോലീസിനെ ഏൽപ്പിക്കേണ്ടി വരും. അതുപോലെ മധ്യപ്രദേശ് പോലീസ് ഇവിടെ വരുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് കേരള പോലീസാണ്. പക്ഷേ അവർക്കുണ്ടായത് ദുരനുഭവമാണ്. അത് CPM നേതാക്കളെ സംരക്ഷിക്കാനാണോ എന്നറിയില്ല. അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുമ്പോൾ ആ കൂട്ടുനിൽക്കുന്നവരും കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന CPM നേതാക്കളുമൊക്കെ ഇതിൽ പങ്കാളികളാണ്. ഒരുപക്ഷെ മധ്യപ്രദേശ് പോലീസ് ഈ വിവാഹം നടത്തിക്കൊടുത്ത MP ഗോവിന്ദനെതിരെയും റഹീമിനെതിരെയും ശിവൻകുട്ടിക്കെതിരെയും കേസെടുത്തിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ കേസെടുത്താൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം എങ്ങനെയായിരുന്നാലും ഇവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാണ്. അവരുടെ ജോലി ഇതല്ല. അവർക്കിവിടെ അവരുടേതായ ഒരുപാട് ചുമതലകൾ ഉള്ളപ്പോഴാണ് ഇത്തരം മൂന്നാം കിട കാര്യങ്ങളുടെ പിന്നാലെ ഒക്കെ ഇവർ ഓടുന്നത്. എന്തായാലും അതവർക്ക് വലിയ രീതിയിലുള്ള ഒരു പുലിവാല് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേരള പോലീസ് പറയുന്നത് ഇവരെ 24 മണിക്കൂറും ഫർമാൻ ഖാനെയും ഈ പെൺകുട്ടിയെയും നിരീക്ഷണത്തിലാക്കുമെന്നാണ്. അതെന്തിനാണെന്ന് അറിയില്ല. അതിന് പകരം മൊഴിയെടുക്കാനുള്ള സൗകര്യം മധ്യപ്രദേശ് പോലീസിന് ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ അവരുടെ കാര്യം കഴിഞ്ഞ് അവർ ഒരുപക്ഷെ മടങ്ങിപ്പോയേനെ. പിന്നീട് കോടതിയുടെ ഉത്തരവുമായോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായോ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായോ ഒക്കെ വന്ന് അവരവരുടെ കാര്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഈ പോക്സോ ആക്ട് ഫർമാൻ ഖാനെതിരെ ചുമത്തിയത് കൊണ്ട് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ തുടരുന്നുണ്ട്. 20-ാം തീയതി വരെ മാത്രമേ ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഹൈക്കോടതിയുടെ വിധിയുള്ളൂ. അത് കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല. അങ്ങനെ വന്നാൽ ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ മധ്യപ്രദേശ് പോലീസ് സംഘത്തിൻ്റെ മടങ്ങിപ്പോക്ക്. അതോടൊപ്പം വൈറൽ താരമായ ഈ പെൺകുട്ടിയെയും കൊണ്ടുപോകാതിരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവിടെ അവർക്ക് കേസെടുത്ത സ്ഥിതിക്ക് ഈ പെൺകുട്ടിയെയും ഒരുപക്ഷെ അവിടുത്തെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു ഉത്തരവുണ്ടോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. അവിടെ പിണറായി വിജയനല്ല, ഇനി ആരിടപെട്ടാലും അതിലൊരു നടപടിയും ഉണ്ടാകാനും പോകുന്നില്ല. ഏപ്രിൽ 22-ന് മധ്യപ്രദേശ് DGPയും കേരള DGPയും ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ മുന്നിൽ ഹാജരാകണമെന്നാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ഉത്തരവ്.
മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ തുടരുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ 20-ാം തീയതി കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. CPM നേതാക്കളും ഈ കേസിൽ പ്രതിയാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെ വന്നാൽ ഗോവിന്ദൻ്റെയും AA റഹീമിൻ്റെയും ശിവൻകുട്ടിയുടെയും ഭാവി എന്താകുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും.